ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. പ്രിപ്പറേഷനൊക്കെ എല്ലാവരും നടത്തുന്നു, നന്നായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലിസണിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസണിങ്ങിലെ ഒരു അനദർ 10 ന്യൂ വേർഡ്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. കോമൺലി ലിസണിങ്ങിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കോമൺ വേർഡ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അനദർ ഒരു 10 വേർഡ്സിൻ്റെ ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് വേർഡ് പ്ലേ റോളിംഗ് ആണ്. അപ്പം അതിൻ്റെ ഒരു സ്പെല്ലിംഗ് ഞാൻ പറയാം. PLAYROWING. ഇതാണ് ഫസ്റ്റ് വേർഡ്, പ്ലേ റോയിങ്. അപ്പം അതിൻ്റെ സ്പെല്ലിംഗ് എഴുതിയെടുക്കുക. ബുക്ക് ഉണ്ടാവണം നമുക്ക്. ലിസണിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. ബുക്ക് എടുക്കുക, ബുക്കിൽ ആ വേർഡ് എഴുതി വയ്ക്കുക. അതിനുശേഷം വേർഡ് എല്ലാം ഫെമിലിയർ ആക്കുക. ഓക്കെ, സെക്കൻഡ് വേർഡിലേക്ക് പോകാം. റാക്കറ്റ്സ് എന്നുള്ളതാണ്. ഇത് ഏത് ഒരു കാറ്റഗറിയിൽ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ്, സ്പോർട്സ് അതിൻ്റെയൊക്കെ അണ്ടറിലാണ്. അപ്പോൾ പേഷ്യൻ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് പേഷ്യൻ്റ് അവിടെ തരുന്നത്. അപ്പോൾ റാക്കറ്റ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് വേർഡ്. റാക്കറ്റ്സിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. RACKETS. ഇതാണ് റാക്കറ്റ്സിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. സെക്കൻഡ് വേർഡ്. തേർഡ്, റഗ്ബൈ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വേർഡ് റഗ്ബൈയുടെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. RUGBY. റഗ്ബൈ ഒക്കെ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന വാക്കാണ് കേട്ടോ. ഞാനൊക്കെ OET പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ കാണുന്ന വാക്കുകളാണ് റഗ്ബൈ എന്നുള്ള വാക്ക്. അപ്പോൾ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു ലിസണിങ്ങിലെ ഒരു വേർഡാണ് റഗ്ബൈ. റഗ്ബൈയുടെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതും ഒരു ആക്ടിവിറ്റിയാണ്. റഗ്ബൈയും ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ ചോദിക്കുന്ന അടുത്ത സെക്കൻഡ് വേർഡാണ് റഗ്ബൈ. നമുക്ക് മൂന്നാമത്തെ വേർഡിലേക്ക് പോയാലോ. മൂന്നാമത്തെ വേർഡാണ് സ്ക്വാഷ്. നമുക്ക് സ്പെല്ലിംഗ് ഒന്ന് നോക്കാം. SQUASH. അതാണ് സ്ക്വാഷ് എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിംഗ്. ഒന്നുകൂടെ കൂടി പറയാം. SQUASH, സ്ക്വാഷ്. അതും ഒരു സ്പോർട്സ്, എക്സസൈസ് ആ വാക്കിൻ്റെ അണ്ടറിലാണ് കേട്ടോ വരുന്നത്. ഓക്കെ, എഴുതിയല്ലോ അല്ലേ. ഫോർത്ത് വേർഡിലേക്ക് നമുക്ക് പോകാം. സ്ട്രെച്ചിങ് എന്നുള്ളതാണ് ഫോർത്ത് വേർഡ്. സ്ട്രെച്ചിങ്ങും ഒരു സ്പോർട്സാണ്. സ്ട്രെച്ചിങ്ങിൻ്റെ സ്പെല്ലിംഗ് നമുക്കൊന്ന് നോക്കാം. STRETCHING. അതാണ് സ്ട്രെച്ചിങ് വേർഡിൻ്റെ സ്പെല്ലിംഗ്. ഒന്നുകൂടെ കൂടി പറയാം. STRETCHING. അതും ഒരു എക്സസൈസ് ആക്ടിവിറ്റിയാണ്. ഫോർത്ത് വേർഡാണ് സ്ട്രെച്ചിങ്. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് വേർഡിലേക്ക് പോകാം. ടൂർണമെൻറ്റ്. അതും ഒരു എക്സസൈസ്, ഒരു ആക്ടിവിറ്റിയാണ്. ഒരു സ്പോർട്ട് ഐറ്റമാണ് ടൂർണമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് നമുക്കൊന്ന് നോക്കാം. TOURNAMENT. ടൂർണമെൻറ്റ്. TOURNAMENT. ടൂർണമെൻറ്റ്. ഇത് ടൂർണമെൻറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ. എപ്പം നമ്മൾ മിക്ക എക്സാമിനും നമ്മൾക്ക് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു വേർഡാണിത്. അപ്പോൾ ഇയർലി നമ്മൾക്ക് ഒരു മാസം 2 എക്സാം വെച്ചാണുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 24 എക്സാം ഉണ്ടാവും. അതിൽ മിക്കവാറും ഒരു 3-4 എക്സാമിലെങ്കിലും ഈ ഒരു ടൂർണമെൻ്റ് എന്നുള്ളൊരു വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് വേർഡ് ടൂർണമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? പ്ലേ റോയിങ് ആയിരുന്നു. സെക്കൻഡ് വേർഡ് റാക്കറ്റ്സ് ആയിരുന്നു. തേർഡ് വേർഡ് റഗ്ബൈ ആയിരുന്നു. ഫോർത്ത് വേർഡ് സ്ക്വാഷ് ആയിരുന്നു. ഫിഫ്ത്ത് വേർഡ് സ്ട്രെച്ചിങ് ആയിരുന്നു. ഓക്കെ, ഇത് സിക്സ്ത് വേർഡാണ് ടൂർണമെൻറ്റ്. സിക്സ്ത് വേർഡ് ടൂർണമെൻ്റ് ആയിരുന്നു.
നമ്മൾ 7th വേർഡിലേക്ക് പോവാണ്. 7th വേർഡും ഇതുപോലെ തന്നെ ടൂർണമെൻറ്റ് പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ്. നിങ്ങൾ റെഗുലറായിട്ട് ലിസണിങ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഈ വേർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഒരു ലിസണിങ്ങിൻ്റെ മെറ്റീരിയലും ഈ പറഞ്ഞ ടൂർണമെൻറ്റ് ഇനി ഞാൻ പറയാൻ പോകുന്ന വേർഡ്സ് എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. ഓക്കെ, ത്രെഡ്മിൽ എന്നുള്ളതാണ്. അതും ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് അതും പറഞ്ഞിരിക്കുന്നത്. ത്രെഡ്മിൽ എന്നുള്ളതാണ് 7ാമത്തെ വേർഡ്. നമുക്കത് നോക്കാം. ത്രെഡ്മിലിൻ്റെ സ്പെല്ലിങ്ങിലേക്ക് പോകാം. TREADMILL ത്രെഡ്മിൽ. ഒന്നുകൂടെ പറയാം. TREADMILL അതാണ് ത്രെഡ്മില്ലിൻ്റെ മീനിങ്, സ്പെല്ലിങ്. ഓക്കെ, അത് മോസ്റ്റ് കോമൺലി എപ്പോഴും തന്നെ ചോദിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര വേർഡ് പഠിച്ചു? 7 വേർഡ് പഠിച്ചു. 7 വേർഡാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വേർഡ് 8th വേർഡ് ഡിസീസ് സ്പെൽസ്. എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഡിസീസ് സ്പെൽസ്. അത് പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിസീസ് സ്പെൽസ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. DIZZYSPELLS ഡിസീസ് സ്പെൽസ്. 2 വേർഡാണ്. ഡിസി ആദ്യം എഴുതും, എന്നിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഡിസീസ് സ്പെൽസ് എഴുതുന്നത്. ഒരുമിച്ച് എഴുതരുത്. ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോവും. മിക്കപ്പോഴും ഈ വാക്ക് ചോദിക്കുമ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഫെമിലിയർ ആയിരിക്കും, നമുക്ക് അറിയാവുന്നൊരു വേർഡായിരിക്കും. പക്ഷെ നമ്മൾക്ക് മാർക്ക് വരുമ്പോൾ നമ്മുടെ മാർക്ക് നമ്മൾ ഓർക്കും, ഓക്കെ എനിക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ട് എനിക്ക് നന്നായിട്ട് കിട്ടും എന്ന് ഓർക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് നമുക്ക് പറ്റുന്നത് മൂലമാണ് നമ്മുടെ മാർക്കൊക്കെ പോകുന്നത്. ഡിസീസ് സ്പെൽസ് എന്നുള്ളത് 2 വേർഡ്സ് ആണ്. അത് ഒരു വേർഡല്ല, ഒരുമിച്ച് എഴുതരുത്. ഡിസി എഴുതുക, സ്പെൽസ് എഴുതുക. ഒന്നുകൂടെ സ്പെല്ലിംഗ് പറയാം. DIZZYSPELLS ഡിസീസ് സ്പെൽസ്. എഴുതിയല്ലോ അല്ലേ? നമുക്ക് 9th വേർഡിലേക്ക് പോകാം. 9th വേർഡ്. 8th വേർഡ് കഴിഞ്ഞു. 9th വേർഡിലേക്ക് പോകാം. മിക്കവാറും ചോദിക്കുന്ന ഒരു വാക്കാണ് ഫെർട്ടിലിറ്റി. നമുക്കും അറിയാതെ ഫെർട്ടിലിറ്റി എന്താണെന്നുള്ളതും നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഫെർട്ടിലിറ്റി വെരി കോമൺ ലിസണിങ് വേർഡാണ്. വൺ ഓഫ് ദ വെരി കോമൺ ലിസണിങ് വേർഡ്സ് ആണ് ഫെർട്ടിലിറ്റി. ഇപ്പോൾ ഫെർട്ടിലിറ്റി ഒക്കെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു വാക്കാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഫെർട്ടിലിറ്റിയുടെ സ്പെല്ലിംഗ് ഞാൻ പറയാം. FERTILITY ഫെർട്ടിലിറ്റി. FERTILITY ഫെർട്ടിലിറ്റി. 9th വേർഡ് നമ്മൾ കഴിഞ്ഞു. ഫെർട്ടിലിറ്റി ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോയാലോ? നമ്മുടെ ലാസ്റ്റ് വേർഡിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് വേർഡിലേക്ക് പോവുകയാണ്. ലോക്ക് ജോ. അതൊരു ഇഷ്യൂ ആണ് കേട്ടോ. പേഷ്യൻ്റ് പറയുന്നതാണ്, പേഷ്യൻ്റ് ഒരു കംപ്ലൈൻ്റ് ആണ്, എനിക്ക് ലോക്ക് ജോയ് ആണ് എന്ന് പറയുവാണ്. വെരി കോമൺ വേർഡാണ്. അപ്പോൾ ലോക്ക് ജോയിലെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. LOCKGAW LOCKGAW. ഒന്നുകൂടെ കൂടി പറയാം. LOCKGAW. ഇന്നിപ്പോൾ നമ്മൾ 10 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ആ 10 വേർഡ്സും നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള വേർഡ്സാണ്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു വേർഡ്സാണ് ഈ 10 വേർഡ്സും. അപ്പോൾ നമുക്കൊരു ബുക്ക് ഉണ്ടാവണം ലിസണിങ്ങിന്. ഇത് എല്ലാ കുട്ടികൾക്കും ഇത് ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം ഈ ഒരു മെത്തേഡെന്ന് പറയുന്നത് ബിലോ ആവറേജും ആയിട്ടുള്ള സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഇഫ് യു ആർ സോ ഇൻ്റലിജൻറ്റ്, ഇഫ് യു ആർ വെരി ടാലൻറ്റഡ് ടു ഗെറ്റ് ഓൾ ദ ലിസണിങ് വേർഡ്സ്, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഒത്തിരി കുട്ടികളും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു 10 വേർഡ്സ് നിങ്ങളുടെ കൂടി ഇടാവോ എന്ന്. വളരെ സാധാരണയായിട്ടുള്ള കുട്ടികൾ. ഇപ്പോൾ എൻക്വയറി ആണെങ്കിലും വരുമ്പോഴാണെങ്കിലും, അഡ്മിഷൻ ഉണ്ട് എൻക്വയറി ആണെങ്കിലും വരുമ്പോഴാണെങ്കിലും
വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊന്നും അല്ല നമുക്ക് വരുന്നത്. വളരെ സാധാരണ ഇപ്പോൾ ലിസണിങ്ങിൻ്റെ ആണെങ്കിലും കേട്ട് കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടൊന്നും ലിസണിങ് മനസ്സിലാക്കാത്ത, അതുപോലെ തന്നെ റീഡിങ് ആണെങ്കിലും വായിച്ചു കഴിയുമ്പോൾ ഒരുപാടൊന്നും മനസ്സിലാക്കാത്ത സാധാരണ കുട്ടികളാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. അങ്ങനെയുള്ള കാറ്റഗറി കുട്ടികൾക്കും സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്കും വേണ്ടിയിട്ടുമാണ് എൻ്റെ ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആവുള്ളൂ. അല്ലാതെ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഓർക്കുമായിരിക്കും, ഓക്കെ എന്തിനാണ് ഇങ്ങനെ 10 വേർഡ്സ് വെച്ച് പറയുന്നത് എന്ന് ഓർക്കുമായിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആണ്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്. ഒരു ക്ലാസ് തന്നെ പഠിക്കുമ്പോൾ നമ്മൾ പല കാറ്റഗറിയിലുള്ള കുട്ടികളെ കാണും. ഒത്തിരി എബോ ആവറേജ് കാണും, ആവറേജ് കാണും, ബിലോ ആവറേജ് കാണും, നോർമൽ കുട്ടികൾ കാണും, ഒത്തിരി പേരുണ്ടാകും. അപ്പം അതിനകത്ത് ഇപ്പോൾ ലിസണിങ്ങിൻ്റെ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ എഴുതി പഠിക്കാതെ, അല്ലെങ്കിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് കേൾക്കാതെ ഒക്കെ എളുപ്പത്തിൽ അനായാസേന ലിസണിങ്ങിൻ്റെ വേർഡ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ വളരെയധികം ലക്കിയാണ്. പക്ഷെ അതല്ലാതെ എത്ര പ്രാവശ്യം ലിസണിങ് കേട്ടാലും മനസ്സിലാവില്ല. കുറേ പ്രാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണം, വളരെ ടൈറ്റാണ് ലിസണിങ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ദിവസം 10 വേർഡ്സ് വെച്ച് പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മാക്സിമം നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ലിസണിങ്ങിൻ്റെ പഠിക്കുന്നതിനകത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ റീഡിങ് ആണെങ്കിലാണ് നമ്മൾ ആ സിനോണിംസ് ഒക്കെ പഠിക്കാനായിട്ട് കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത്. ലിസണിങ്ങിൻ്റെ വേർഡ് പഠിക്കാൻ അത്രത്തോളം പാടൊന്നുമില്ല. എഴുതി വയ്ക്കുക. അതൊരു ദിവസം 10 വേർഡ്സേ തരുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഓരോ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ടാക്കി, അല്ലെങ്കിൽ ആ വേർഡ്സിനെ ഒന്ന് ഫെമിലിയർ ആക്കി നടക്കുക. ഒരു 2-3 മിനിറ്റ് മതി. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാക്കുകളെല്ലാമാണിത്. ഇപ്പോൾ ഡിസീസ് സ്പെൽസ് ആയാലും ലോക്ക് ജോയ് ആയാലും ഫെർട്ടിലിറ്റി ആയാലും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന വേർഡ്സ് തന്നെയാണിത്. അതുമല്ല നമ്മളൊക്കെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ OET എന്ന് പറയുന്നത് ഓൾവേസ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ് 4. സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും റീഡിംഗ് ആയാലും ലിസണിങ് ആയാലും 4 നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ആ മെഡിക്കലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനകത്തുനിന്ന് ആ വേർഡ്സ് എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ് ആൻസർ ചെയ്യാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ, നമ്മുടെ ന്യൂ വേർഡ്സ് നമുക്ക് വായിച്ചു നോക്കിയാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവാണെന്ന് വിചാരിക്കുന്നു. 10 വേർഡ്സ് തന്നിട്ടുണ്ട്. വീണ്ടും ഓരോ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, മാക്സിമം എ പാർട്ട്. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എങ്കിൽ മൊത്തം ചെയ്യണ്ട. റീഡിങ്ങിൻ്റെ ഒരു എ പാർട്ട്, ലിസണിങ്ങിൻ്റെ ഒരു എ പാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ആ ലിസണിങ്ങിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോഡ്കാസ്റ്റൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് നാൾ, ഒരു 6 മന്ത്സും കൊണ്ട് അല്ലെങ്കിൽ 1 ഇയർ കൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവർക്കാണ് അതിങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അത്രത്തോളം എഫക്റ്റീവ് ആവുള്ളൂ. സ്ലോ സ്റ്റഡിയാണ്. അതേസമയത്ത് പോയിട്ട് നമ്മൾ 1 മാസം കൊണ്ട് എക്സാം എഴുതുവാണ്, 20 ഡേയ്സും കൊണ്ട് എഴുതുവാണ്, 60 ഡേയ്സും കൊണ്ട് എഴുതുവാണെങ്കിൽ അതിൻ്റെ പുറകെ പോയാൽ നമുക്കത് ടൈം നമ്മുടെ അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആവും. അതും കൂടി നമ്മൾ മെറ്റീരിയലിലോട്ടേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ആ പോഡ്കാസ്റ്റിന് പകരമായിട്ട് മെറ്റീരിയൽസ് കേൾക്കുക, മെറ്റീരിയൽസ് കേട്ടുകൊണ്ടിരിക്കുക ലിസണിങ്ങിൽ. അങ്ങനെ ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെബ് സീരീസ് കാണുക, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. മിക്കവാറും പേർക്കും എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് വെബ് സീരീസ് ഒന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ലിസണിങ്ങിൻ്റെ 10 വേർഡ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, താഴെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് നടക്കുന്നത്. പിന്നെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അത് പ്രയോജനപ്പെടട്ടെ. അപ്പോൾ OET പതുക്കെ എനിക്ക് തോന്നുന്നു റിക്രൂട്ട്മെൻറ്റൊക്കെ ഒന്നുകൂടെ കൂടി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അഡ്മിഷൻസൊക്കെ കുറച്ചുകൂടെ കൂടി പിള്ളേർ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നമുക്ക് ഇത്തിരി ഡള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അഡ്മിഷൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാൻ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ തുടങ്ങുന്നുണ്ടെന്നുള്ള ഒരു നല്ലൊരു സൂചനയാണ് നമ്മുടെ UK-ലും അയർലൻഡിലും ഒക്കെ ഉള്ള കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ട്, അതിന് മുന്നേ തന്നെ പോകാനായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് എല്ലാം ഉടനെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് പഠിക്കുക, എഫക്റ്റീവാണെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.